തൊട്ട് 3:11 വായിച്ചിട്ടുണ്ടേ. നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഇളം പൈതലിനെ പോലെ ദാഹിക്കുവിൻ. ഈ ദാഹമാണ് തുടക്കം. ഈ തുടക്കം ഭയങ്കര ദാഹം. ഈ ദാഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ജഡത്തിൽ നിന്ന് ആത്മാവിലോട്ട് കയറാൻ തുടങ്ങുന്നത്. നമ്മൾ കണ്ടോ? അപ്പോഴാണ് എന്തെല്ലാം 5 സംഗതികൾ എന്തൊക്കെ വിടണം? എല്ലാ തിന്മയും, പിന്നെ വഞ്ചനയും, പിന്നെ കാപട്യവും അസൂയയും അപവാദവും. ഈ കാപട്യം വിടുമ്പോ തന്നെ കർത്താവിലായി. യോഹന്നാൻ 5:8, മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ. ഈ ഹൃദയം ശുദ്ധിയിലോട്ട് വരികയാണ്. ഇത് വിട്ടുപോകുമ്പോഴേ വരുവുള്ളൂ. അതിന് ആദ്യം അസൂയ വിടാനായിട്ടൊന്ന് ശ്രമിക്കണം. അത് കഴിയുമ്പോ തർക്കം. ഏതാണ് യാക്കോബ് 3:2 നാക്കിനെ നിയന്ത്രിച്ച ഉടനെ ശരീരത്തേക്ക് നിയന്ത്രിച്ചു കഴിഞ്ഞ് അപ്പോഴാണ് ഈ അനുതാപവും എളിമയും എന്നൊക്കെ പറഞ്ഞ് വരാൻ തുടങ്ങണത്. വചനം കേൾക്കുമ്പോ യെശയ്യാ 66. അപ്പൊ ആദ്യം എവിടെ ചെന്നാലും ആദ്യം വചനം പറയാൻ പോണ എന്തായിരിക്കണം? യെശയ്യാ 66:2 എന്നാൽ ഇതെല്ലാം കേൾക്കുള്ളൂ. അല്ലെങ്കിൽ വചനമൊക്കെ ചിലർ വന്ന് വായിക്കണ കേട്ടിട്ടുണ്ടല്ലേ? അരിശ പിടിച്ചിട്ടുണ്ടല്ലേ വായിക്കണണ്ട? കേൾക്കാൻ വരുന്നവർ തന്നെ ഭയങ്കര ഇതിലേ വരുള്ളൂ. അതായത് അവരുടെ ബുദ്ധിയിൽ വേണം അവർക്ക് വചനം കേൾക്കണം. ഉണ്ടോ? പ്രഭാഷകൻ 39 ആ 6-ാം വാക്യം ഒന്ന് വായിച്ചിട്ടുണ്ടേ. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനത്തിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. ലൗകിക മനുഷ്യൻ അതേ സമയത്ത് എന്താണ് അവന്റെ സ്വത്തിന്റെ വലിപ്പം പറയണത്? എനിക്ക് ഇത്ര ബാങ്കില് അവിടെ ഉണ്ട്, ഇത്ര എസ്റ്റേറ്റ് അവിടെ ഉണ്ട്. മനസ്സിലായി? ഇതെല്ലാം പറഞ്ഞു കൂട്ടുവാൻ 50 കൊല്ലം കഴിയുമ്പോൾ ഇതുവെല്ലാം ഉണ്ടാവുമോ? വചനം എവിടെയാണ്? ജെറമിയ 50:31-32 അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. പിന്നെ നിന്നെയും നിന്റെ ചുറ്റുമുള്ള സർവ്വതരെയും പട്ടണത്തിനെയൊക്കെ തകർത്ത് കളയുന്നു. അപ്പൊ നാം ജഡത്തിൽ നിന്ന് ആത്മാവിലോട്ട് വരണം. റോമ 8-ാം അധ്യായത്തില് 5 മുതൽ 7 വരെയുള്ള വചനം ഒന്ന് വായിക്കാമെങ്കിൽ, ജഡത്തിൽ കിടക്കുന്നവനും ആത്മാവിലുള്ളവരും തമ്മിലുള്ള എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. കീഴ്പ്പെടാൻ സാധിക്കുകയുമില്ല. ഉണ്ടോ? ഇന്നലെ ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണ്, ഒരു ധനിയൻ വന്നു കഴിഞ്ഞിട്ട് എന്നോട് ആദ്യത്തെ കംപ്ലൈന്റ് അതാണ്, പണ്ട് ഞാൻ ഇത്രയും പോലെ തിന്നുമായിരുന്നു, ഇപ്പൊ തിന്നാൻ പറ്റാനുള്ള ഇത്രയായിപ്പോയി, അത് ഇത്രയുമാക്കി തരണമെന്ന്. അപ്പൊ അതിന്റെ ഇരട്ടിയാക്കി കൊടുക്കണമെന്നാണ്. ഉണ്ടോ? അജടിയ താല്പര്യമാണ്. പിന്നെ മുഴുവനും കംപ്ലൈന്റ്, ഉറക്കമില്ല, അവിടത്തെ അത് കിട്ടണില്ല, വാടക മറ്റടുത്ത് ഓരോരോ കംപ്ലൈന്റ്സ് ആണ്. വാടക കിട്ടണില്ല, എന്റെ എസ്റ്റേറ്റ് നോക്കാനും കള്ളന്മാരാണ് അവര്. ഈശോയുടെ കാര്യം പറയാനില്ല. ആ വചന ഇങ്ങനെയുള്ള കാര്യം ഏത് വചനത്തിലാണ് വരുന്നത്? 1 കൊറിന്തോസ് 15:19 വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കാണ് വരുന്നത്. അതേസമയത്ത് തന്നെ ഈശോന്റെ കാര്യം അന്വേഷിച്ചാല് ഇത് എല്ലാം ഭംഗിയായിട്ട് നടക്കും. അവനും മാറിത്തരും, അവൻ വാടകയും തരും, അവനോട് താമസിക്കാൻ സാധിക്കില്ല, അവൻ ഉറക്കം കിട്ടിയില്ല. മനസ്സിലായി? ഈശോന്റെ നാമത്തിൽ 2 ബന്ധം അവനെ ബന്ധിച്ചാലും തന്നെ പോവും. കർത്താവിന്റെ ശക്തിയാണ്. യേശു ശക്തിയിലല്ലേ? അതെ.
അതാണ് മർക്കോസ് 12:24 മത്തായി 22:29 വിശുദ്ധ ലിഖിതങ്ങൾ അറിയുന്നതിലും ദൈവത്തിന്റെ ശക്തി അറിയുന്നതിലും എല്ലാവരും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സത്യം നമ്മൾ പ്രഘോഷിക്കണം. എവിടെ? ധൈര്യപൂർവം. കാരണം അവരാരും ശക്തി അറിഞ്ഞിട്ടില്ല, ബുദ്ധിയിലാണ് യേശുവെ കണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ബൈബിൾ ക്ലാസ് എല്ലാം ബുദ്ധിയിൽ കാണാൻ വന്നത്. ഇപ്പൊ വചനം പിടിക്കാത്ത സ്വീകരിക്കാത്ത കാര്യം എന്താണ്? ബുദ്ധിയിലാണ്. ബുദ്ധിയിൽ വന്നാൽ എല്ലാം പോയി, സകലതും. ആദ്യം എളിമ വരണം, എളിമയോട് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുതാപം തരണം. അതാണ് ഈ മാനസാന്തരപ്പെട്ട ഹൃദയമാണ്. ഈശോയ്ക്ക് മഗ്ദലന മറിയം PhD ഉണ്ടായിരുന്നോ? മാതാവിന് PhD ഉണ്ടോ? ഇല്ല. ഇന്നലെ ഒരു PhD-കാരി വന്ന് തുള്ളിയായിരുന്നു. കണ്ടോ കർത്താവിന്റെ നാമം പറഞ്ഞപ്പോ. ഹൃദയശുദ്ധിയാണ് ഈശോ നോക്കണ. ഹൃദയം മാത്രമാണ്. ആ ഹൃദയശുദ്ധിയാണ് കർത്താവിന് ആവശ്യം. ഈ ഹൃദയത്തിലോട്ട് വചനങ്ങൾ കേട്ട് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ വചനങ്ങൾ കേട്ട് വന്നപ്പോഴാണ് വചനം പിടിക്കാത്തവർ പലരും പോകും. 100, 200, 300, 500, 1000 വചനം തന്നാലേ ശുദ്ധി വരുവുള്ളൂ. എല്ലാവർക്കും ഈ കപടമുണ്ടാവും. അത് വിട്ടുപോകണമെങ്കിൽ വചനം കേട്ട് 4 കൊല്ലം 1335 ദിവസം വെറുതെ പറഞ്ഞാണോ ദാനിയേൽ പ്രവാചകൻ? ദാനിയേൽ 12:12 1335 ദിവസം വിശുദ്ധി പാലിക്കുന്നവനാണ് ഭാഗ്യവാനെന്ന്. അത് എന്തുകൊണ്ടാണ്? കൃപ വരാനാണ്. ഇപ്പൊ നാം വായിച്ചില്ലേ? കൃപ വരാൻ. അപ്പൊ ജഡത്തിൽ നിന്ന് ആത്മാവിലോട്ട് നാം വിട്ടു പോരണം. അതിനാണ് ആ തർക്കവും അസൂയയും. വചനം കേൾക്കാതെ എങ്ങനെ വിടും? റോമ 10:17 വിശ്വാസം കേൾവിയിൽ കൂടിയാണ്. കേൾവി ആരെപ്പറ്റിയാണ്? അമൃതാനന്ദമയ്യൊന്നുമല്ല, യേശു ദൈവപുത്രനാണ്. ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ആ വിശ്വാസത്തോട് നാം വന്നിട്ടുണ്ടെങ്കിൽ സകലതും പോവും, എല്ലാം അടിച്ചു പോവും. നമ്മളുടെ വിശ്വാസം പോരാത്തത് കൊണ്ടാണ്. കണ്ടോ എത്ര എണ്ണമാണ് അതിന്റെ പുറകെ പോണത്? കാര്യം എന്തുകൊണ്ടാണ്? ഈ വിശ്വാസം നമ്മളിൽ വന്നിട്ടില്ല. മത്തായി 16:16 ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് ഈശോ. ആ വിശ്വാസം വേണമെങ്കിൽ നാം വചനം കേട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. യോഹന്നാൻ 15:2-3 വചനമാണ് ശുദ്ധീകരിക്കുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയിൽ നിങ്ങൾക്ക് ഈശോനെ കൊണ്ടു കിടക്കാം. കണ്ട മരിക്കുമ്പോ എല്ലാം അവസാനിച്ച് അതോടെ അവസാനിച്ചെന്ന് പറയും. ഇല്ല, മരിക്കുമ്പോഴാണ് തുടക്കം. ആത്മാവില് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് വിശുദ്ധരാണ് പ്രാർത്ഥനാ ഗ്രൂപ്പ്. 1 പത്രോസ് 2:9-10. അതിനാണ് ഇപ്പൊ നമ്മൾ ബൈബിൾ ക്ലാസ് എന്തിനാണ്? നിങ്ങളെ വിശുദ്ധിയിലോട്ട് കൊണ്ടുവരാനാണ്. വിശുദ്ധി വരുമ്പോ ബാക്കിയുള്ള എല്ലാം കൃപകളെല്ലാം തരും. ഈശോ വെളിപ്പെടുത്തി തരും. യോഹന്നാൻ 14:21 ആരുടെ പറയാൻ നടക്കണ്ട, കർത്താവ് വെളിപ്പെടുത്തി തരും. അതിനാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞ 1 കൊരിന്ത്യസ് 2:1-16 വരെയുള്ള വചനം പഠിക്കണമെന്ന് പറയുന്നത്. എന്നിട്ടും മടി. വേറെ എന്തെങ്കിലും മമ്മൂട്ടിയുടെ പാട്ട് പഠിക്കാൻ പറഞ്ഞ വേണമെങ്കിൽ അപ്പ പഠിച്ചത്. ഡാൻസ് ഒക്കെ എളുപ്പം ചെയ്യും വേഗം. കണ്ടോ വേറെ എന്ത് വേണമെങ്കിലും 16 വാക്യം കൊടുത്തില്ലേ, വേറെ എന്തെഴുതി കൊടുത്തു അതെല്ലാം പഠിച്ചോളൂ കേട്ടോ. ഓണപ്പാട്ട് വേണമെങ്കിൽ തുള്ളി കളിച്ചോളൂ, ഉടുപ്പം മാറി. കണ്ടോ ഈശോന്റെ വചനങ്ങൾ അത് പഠിപ്പിക്കാൻ അവൻ സമ്മതിക്കില്ല. സൈറ്റൻ അവൻ എല്ലാത്തിനും വിഘ്നം ഉണ്ടാക്കും. യോഹന്നാൻ 10:10 അവൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ്. യേശു വരുന്ന ജീവൻ. അപ്പൊ അവൻ എല്ലാത്തിനും തടസ്സമുണ്ടാക്കും, എല്ലാത്തിനും തടസ്സം. അപ്പോസ്തലപ്രവർത്തനം 13:10 കാണാപ്പടം പഠിക്കേണ്ട വചനമാണ്. സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, പിന്നെ ദുഷ്ടതയും വാഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴിയോ. അപ്പൊ ഇനി അറിയാമല്ലോ, എവിടെ ചെന്നാലും ഇത് ഓർത്താൽ മതി ഈ വചനം. അങ്ങനെയാണ് ഈ 1 കൊരിന്ത്യസ് 12:10 കൃപയിലോട്ട് വരണം. ശക്തിയും വിവേചന വരാം. സ്നേഹമെന്നും പറഞ്ഞു അണ്ണാച്ചീനെ അവനെയൊക്കെ കയറി സ്നേഹിക്കാനാണോ? വിളിച്ചോണ്ടെന്ന് വീട്ടിൽ താമസിപ്പിക്കുവോ? കർത്താവ് പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ 13:34-35 എല്ലാവരും സ്നേഹിക്കണം, തമ്മിൽ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. അത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നമ്മളെ വിശുദ്ധി വരുമ്പോ എല്ലാവരും ലോകത്തിൽ എല്ലാവരും സ്നേഹിക്കും. അതാണ് ലൂക്ക 8:21 എന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് എന്റെ അമ്മയും സഹോദരനും. ലൂക്ക 11:28 എന്താണ്? ഭാഗ്യവാൻ ഇല്ലേ?
എന്റെ വായിച്ചത് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിക്കുന്നവൻ കേട്ടോ. ഇനി കണ്ടിട്ട് വേണം ഈശ്വരനെ വിശ്വസിക്കാൻ. ഈ കണ്ടിട്ട് നടക്കണവര് വരികയില്ല കർത്താവില്. കണ്ടോ, ഈ 3 കൊല്ലം ഈശോന്റെ കൂടെ ഇവരൊക്കെ നടന്നില്ലേ ശിഷ്യന്മാര്. ഈശോ ആദ്യം വന്ന് പ്രത്യക്ഷപ്പെട്ട ആർക്കാണ്? മഗ്ദലന മറിയം. കണ്ടോ, ഈശോ അത് അത്രയും കരുണ കർത്താവ് അവരോട് കാണിക്കുന്നത്. കാരണം പാവികളോടാണ്. മഗ്ദലന മറിയത്തെ എല്ലാവരും കൂടി കല്ലെറിഞ്ഞില്ലേ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ 1-15 വരെയുള്ള വചനത്തില്. അപ്പൊ ഈശോ പറഞ്ഞ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ. അപ്പൊ വലിയ കല്ലാണ് ഏറ്റവും വലിയ പാപി എടുത്തുകൊണ്ട് വന്നത്. എല്ലാവരും പോയി. ഇതുകൊണ്ടാണ് പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈശോയിൽ വരുമ്പോ സൈറ്റൻ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കും. അയാൾ അങ്ങനെ പോയിട്ടുണ്ട്, അയാൾ ഇങ്ങനെയാണ്, ആ പെണ്ണിങ്ങനെയായിരുന്നു, ഒളിച്ചോടിയതാണ്, അതാണ് ഇതാണ്, സകലതും പറഞ്ഞ് അതെല്ലാം പറയുന്നത് എന്തിനാണ്? നിങ്ങളുടെ നന്മയ്ക്കാണ്. നിങ്ങള് കർത്താവിന്റെ പദ്ധതിയാണത്. അങ്ങനെ പറയുമ്പോഴാണ് 1 പത്രോസ് 2:19 ഒരു കൃപ വരണത്. അന്യായമായി നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹ കാരണമാകുമെന്ന്. കണ്ടോ, അതാണ് ഈ മത്തായി 5:10-12 ഉള്ള വചനം. വ്യാജമായി നിങ്ങൾക്കെതിരായി പലതും പറയുമ്പോ സന്തോഷിക്കുക. കണ്ടോ, ഈശോയിൽ വന്നവരാരെങ്കിലും മനുഷ്യന്റെ വാക്ക് കേൾക്കാൻ പോകുമോ? ഇല്ല. ഗലാത്യ 1:10. ഈശോ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. യോഹന്നാൻ 2:23-25 വരെ. നിങ്ങൾ ആരെല്ലാം വിശ്വസിച്ചിട്ടുണ്ട്? വിശ്വസിച്ചതെല്ലാം പാര വെച്ചിട്ടുണ്ടോ? ഇല്ലേ? അളിയം മുതല് വല്യപ്പൻ മുതല് സകലരും ഇല്ലേ? അതുകൊണ്ടാണ് ജെറമ്യാ 12:6 പറയുന്നത്, നിന്റെ സ്വന്തം സഹോദരനാണ് നിന്നെ നിനക്ക് എതിരെന്ന്. കണ്ടോ, അതാണ് ഈ മത്തായി 10:34 പറയണത്. വാളിട്ട് കൊടുക്കണം എന്നൊക്കെ പറയണത്. നിങ്ങൾ ഈശോയിൽ വരുമ്പോ മറ്റുള്ള എല്ലാരും കൂടി നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ ചീത്തകളെല്ലാം പറയും. അത് ആത്മാവിന്റെ സമരമാണ്. ഇതാണ് ജഡത്തിലും ആത്മാവിലും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ, ജഡം അതാണ് ഗലാത്യ 4:29 ആത്മാവിലുള്ളവരും ജഡത്തിലുള്ളവരും തമ്മില്. അതെ, ഇപ്പൊ നിങ്ങളൊന്ന് കുടിച്ച ഇപ്പൊ ഇത്രയും നാള് കുടിക്കാതെ കണക്കമുണ്ടല്ലോ, ഒന്ന് കുടിച്ചാൽ അവർക്കൊക്കെ സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ഇനി ഒരു കല്യാണം വെക്കുമ്പോ ഒരു ബാർ ഉണ്ടാക്കും, നിങ്ങളും പോവും പിശാചില് കൊണ്ടുപോകാൻ. കണ്ടോ, ഇനി പിടിച്ചു നിൽക്കണം. 1 കൊറിന്തോസ് 10:13 ഇനി ഏത് പ്രലോഭനം വന്നാലും അത് തടുക്കാനുള്ള ശക്തി കർത്താവ് അപ്പപ്പ തരും. ദൈവം അങ്ങനെയുള്ള ബന്ധുക്കാരനെ കൊണ്ടുവരികയില്ല, അവനെ തർക്കിച്ച് പിടിച്ചോളും. അല്ലാത്തവരെ കൊണ്ടുവരും. ദൈവത്തിന്റെ പദ്ധതിയാണ്. എല്ലാം നന്മയ്ക്കായിട്ട്. റോമ 8:28 സകലതും നന്മയ്ക്കായിട്ടേ വരുള്ളൂ. നിങ്ങൾ വിചാരിക്കും ആദ്യമൊക്കെ പിശാച് പറഞ്ഞു തരും, അയ്യോ ഈശോയിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വേണ്ട വേണ്ട, എല്ലാം നിങ്ങൾക്ക് ഈ 1 കൊറിന്തോസ് 12:9-10 ഈ 2 ഒന്ന് വിശ്വാസപരവും പിന്നെ ഒന്ന് വിവേചനാപരം. ഈ വിവേചനാപരം ഏറ്റവും നല്ല ഡെഫിനിഷൻ തന്നിരിക്കുന്നത് വിശുദ്ധ പൗലോസ് ഫിലിപ്പി 1:9 വാക്യത്തിലാണ്. അതൊന്ന് വായിച്ചണ്ടേ. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചന ശക്തിയിലും ഉത്തരവത്തിലും വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റോമ 13:8-10 വനം എന്താണ്? ഏത് തരത്തിലുള്ള സ്നേഹമാണ്? കടപ്പാടില്ലാത്ത സ്നേഹം. അതും വയത് ഒരു കടപ്പാടുമില്ലാത്ത സ്നേഹമായിരിക്കണം. അതാണ് ദൈവസ്നേഹം. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. അങ്ങനെയുള്ളൊരു സ്നേഹം വരുമ്പോഴാണ് നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ആത്മാവിന്റെ കാര്യങ്ങളിലായിരിക്കും താല്പര്യം, അല്ല ജഡത്തിന്റെ കാര്യത്തിലായില്ല താല്പര്യം. സുഭാഷിതങ്ങള് 3-ാം അധ്യായത്തില് 21-24 വരെയുള്ള വചനത്തില്, മകനെ അന്യൂനമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക. ആ അന്യോന്യമായ ജ്ഞാനവും വിവേചനാശക്തി, ഇതാണ് യെശയ്യാ പ്രവാചകൻ 11:2 പറയുന്ന എന്തൊക്കെ വേണമെന്ന്. എന്തിന്റെ ആത്മാവാണ് നമുക്ക് വേണ്ടത്? ഈ ബൈബിളൊക്കെ പഠിച്ചെല്ലാം കഴിയുമ്പോ ഈ പഠിക്കല്ലേ, ഇത് നമ്മൾ സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച് വരുമ്പോ ഈ വചനം കേട്ടുതന്നെ നിങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. 4 കൊല്ലം കഴിയുമ്പോ
നിങ്ങളുടെ ശുദ്ധീകരണം നടക്കും. അപ്പൊ നിങ്ങൾ മുന്നിലാവും. അതുകൊണ്ടാണ് ഇപ്പൊ പലരും നിങ്ങളോട് വൈരാഗ്യം വിദ്വേഷമൊക്കെ തുടങ്ങും. മത്തായി 10:30 മുമ്പം പിമ്പയാവും. അപ്പോഴാണ് ഇവരറിയണത് ഇവനെങ്ങനെ വാങ്ങുന്നു. കാരണം നിങ്ങൾ ആത്മീയ ശക്തരായി വരും. നിങ്ങളെല്ലാം കണ്ടുപിടിക്കും. വെളിപാട് 2:2 കൂടിയുള്ള കൃപയൊക്കെ വരും. അപ്പോസ്തലനാണോ ഇല്ലയോ, കൃപകളെ പറ്റി പലതരം കൃപകൾ ദൈവം കാണിച്ചു തരും. ആത്മാവില് ഡെലിവറൻസ് ഗിഫ്റ്റ് വന്നാലേ ഇതെല്ലാം പെട്ടെന്ന് വരുള്ളൂ. മനസ്സിലായല്ലേ? അത് ദൈവം തരുന്ന ദാനമാണ്. എഫേസ്യർ 2:8-9 ആരും നേടിയെടുക്കുന്നതല്ല. നേടിയെടുക്കാന്ന് വിചാരിച്ച മമ്മട്ടി കൊണ്ടൊന്നും നടന്നാ കിട്ടിയല്ല കേട്ടോ. അല്ലെങ്കിൽ വല്ല പുതിയ ബിസിനസ് തുടങ്ങിയിട്ടും ഈ കൃപ ദൈവത്തിന്റെ ദാനം കിട്ടണമെന്ന് പറഞ്ഞാൽ തരികയില്ല. അത് നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടി ഉപവാസത്തിൽ കൂടിയേ ആണ്. ദൈവം തന്നെ ദാനമാണ്. ഈ ദാനത്തിനാണ് ആരും അഹങ്കരിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഈ ദാനം കൂടുമ്പോഴാണ് ഈ രോഗം തരണത്. ഒരു മുള്ളു തരണത് 2 കൊരിന്ത്യസ് 12:7. നിങ്ങൾ ബലഹീനരാകുമ്പോഴാണ് ഇനി ശക്തി. പണ്ട് ഒരു സ്ഥലത്ത് നിന്നപ്പോ ഞാനും പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ ഒരു സ്ഥലത്ത് ഒരാള് പറഞ്ഞു, ഈ നല്ല വണ്ണം ഭക്ഷണം കഴിച്ച് നല്ല ബോഡിയൊക്കെ ഉണ്ട്, നല്ല മിടുക്കനായിട്ടിരുന്നാല് ഈ അരുവി അവിടെ നിൽക്കുള്ളൂ. അപ്പൊ അയാളുടെ എവിടെയാ കിടക്കുന്നത്? ഉത്തരമാണ് അയാളുടെ ദൈവം. ഫിലിപ്പിയർ 3:19. അയാൾ കുറച്ച് ഫിലോസഫി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെ? കൊളോസസ് 2:8. പുള്ളി മണിക്ക് വലിയ ദാഹക്കാരനാണ്. ദാഹം, മണി, പണം. കൊളോസസ് 3:5, 1 തിമോത്തി 6:9-10. ധനത്തിനുള്ള മോഹമാണ് ഭയങ്കര. അതുകൊണ്ടാവും കേട്ടോ. ജഡീയ മനുഷ്യന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ലൂക്ക 12:15 ജഡീയ മനുഷ്യനെ ഇനി ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇല്ലേ? ഈ പ്രഭാഷകൻ 19 29-30 വാക്യത്തില് നടപ്പ്, ചിരി, വേഷം കാണുമ്പോ ഉടനെ അറിയാം. ഉണ്ടോ ഡിസേൺമെന്റ്? ഇവിടുത്തെ ഡിസേൺമെന്റ് ആയിരിക്കില്ല ന്യൂയോർക്ക് ചെല്ലുമ്പോ കാണുന്നത്. ആഫ്രിക്കയിൽ ചെല്ലുമ്പോ വേറെ വിശേഷമായിരിക്കും. ഇതെല്ലാം വ്യത്യസ്തപ്പെട്ടാണോ? അരുവികളെല്ലാം വ്യത്യസ്തപ്പെട്ടായിരിക്കും. പക്ഷെ എല്ലാം ഒറിജിനൽ ഒറ്റ ആളാണ്. സൈറ്റൻ, ലൂസിഫർ. വെളിപാട് 12:9-10. ഇന്നലെ ഒരു സ്ഥാനത്തിനോട് വെച്ച് നീ ആരാണെന്ന് ചോദിച്ചു അവസാനം ബെൽസേബൂലാണെന്ന്.